കേരളത്തെ ഞെട്ടിച്ച കൈക്കൂലി വീരൻ സുരേഷ് കുമാറിന് സസ്പെൻഷൻ. അടുത്ത മാസം 7 വരെ കോടതി ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് പാലക്കയം വില്ലേജിലെ ഫീൽഡ് അസിസ്റ്റന്റായിരുന്ന സുരേഷ് കുമാർ കോഴിമുട്ടയും ജാതിക്കയും വരെ കൈക്കൂലിയായി വാങ്ങിയിരുന്നു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കുടംപുളി, ജാതിക്ക, തേൻ, മുട്ട, തുണിത്തരങ്ങൾ. പണമില്ലെങ്കിൽ പകരം ഇത്തരം എന്തു സാധനങ്ങളായാലും മതി. കൈക്കൂലിയില്ലാതെ കാര്യം സാധിക്കാനാവില്ലെന്നു മാത്രം. ഇതായിരുന്നു പാലക്കയം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ രീതി. മന്ത്രിയും കളക്ടറും പങ്കെടുത്ത റവന്യൂ അദാലത്ത് നടക്കുമ്പോൾ പുറത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് സുരേഷ് കുമാർ വിജിലൻസിന്റെ പിടിയിലായത്. വസ്തുവിന്റെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മഞ്ചേരി സ്വദേശിയിൽ നിന്ന് 2500 രൂപയാണ് ഇയാൾ കൈക്കൂലി വാങ്ങിയത്. സുരേഷ് കുമാറിനെ നേരത്തെ നോട്ടമിട്ടിരുന്ന വിജിലൻസ് ഇയാളുടെ താമസ സ്ഥലത്ത് പരിശോധന നടത്തി. ഇവിടെ കണ്ട കാഴ്ചകൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ കണ്ണു തള്ളിക്കുന്നതായിരുന്നു. 35 ലക്ഷം രൂപയുടെ കറൻസികൾ, 45 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപ രേഖകൾ, 17 കിലോ നാണയങ്ങൾ, 25 ലക്ഷം രൂപയുടെ സേവിങ്സ് അക്കൗണ്ട് രേഖകൾ, മൊത്തം 1 കോടിയിലധികം രൂപ മൂല്യം. വർഷങ്ങളായി മണ്ണാർക്കാട് താലൂക്കിലെ വിവിധ വില്ലേജുകളിലാണ് തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് കുമാർ സേവനമനുഷ്ഠിക്കുന്നത്. നേരത്തെ അട്ടപ്പാടിയിലായിരുന്നു ജോലി. 2014 മുതൽ മണ്ണാർക്കാട് മേഖലയിൽ വില്ലേജ് ഓഫീസിനടുത്തുള്ള GR ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒറ്റമുറിയിലായിരുന്നു സുരേഷ് കുമാറിന്റെ താമസം. ഇയാൾക്ക് മുറി വൃത്തിയാക്കുന്ന പതിവില്ലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. അടുത്തുള്ള വ്യാപാര സ്ഥാപനത്തിൽ നിന്നെടുത്ത നോട്ടെണ്ണൽ യന്ത്രം ഉപയോഗിച്ചാണ് ഉദ്യോഗസ്ഥർ ഈ കുടിസുമുറിയിലെ പണം എണ്ണി തിട്ടപ്പെടുത്തിയത്. തിരുവനന്തപുരം ഉരുട്ടമ്പലത്തെ സുരേഷ് കുമാറിന്റെ വീട്ടിലും വിജിലൻസ് റെയ്ഡ് നടത്തി. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച സുരേഷ് കുമാർ അവിവാഹിതനാണ്. 10 വർഷം മുമ്പ് തുടങ്ങിയ വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. 1500 ചതുരശ്ര അടിയിൽ താഴെയുള്ള സാധാരണ വീടാണ് ഇയാൾ നിർമ്മിക്കുന്നത്. വല്ലപ്പോഴുമാണ് സുരേഷ് നാട്ടിലെത്തിയിരുന്നത്. വരുമ്പോൾ സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം. ആളുകളുമായി വലിയ രീതിയിൽ ഇടപഴകിയിരുന്നില്ലെന്നും പണം ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാട്ടിയിരുന്നെന്നുമാണ് അടുപ്പമുള്ളവർ പറയുന്നത്. സുരേഷ് കുമാർ കൈക്കൂലി ലഭിക്കാതെ ഒന്നും ചെയ്യില്ലെന്നാണ് വിജിലൻസിന് ലഭിച്ച വിവരം. ഇയാൾക്കെതിരെ മലയോര കർഷകർ മുൻപ് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജൂൺ 7-ന് കേസ് വീണ്ടും പരിഗണിക്കും. സുരേഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സർക്കാർ മേഖലയിൽ നിലനിൽക്കുന്ന അഴിമതിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന കൈക്കൂലി കേസ് റവന്യൂ വകുപ്പിന് ആകെ നാണക്കേടായിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്, തിരുവനന്തപുരം.